ഫുസ്സിലത്ത് പാരായണം ചെയ്യാൻ തുടങ്ങി. വലീദ് ഇബ്നു റബീഅ വിയർത്തുപോയി. ഏത് ഖുർആനാണോ ഓതരുതെന്ന് പറഞ്ഞത് ആ ഖുർആൻ തന്നെ മുമ്പിൽ ഓതപ്പെടുമ്പോ വലീദ് ഇബ്നു റബീഅ വിയർത്തുപോയി. അവസാനം ഓതി ആദ് സമൂദ് ഗോത്രത്തിന്റെ കഥ പറയുന്ന സമയമെത്തി. അവസാനം ആദ് സമൂദ് ഗോത്രത്തിന്റെ പതന കഥ പറയുന്ന സമയമെത്തി. ഫഅമ്മാ സമൂദ് ഫഹദൈനാഹും ഫസ്തഹബ്ബു അലൽ ഹുദാ. പൊന്നു ചെറുപ്പക്കാരെ, അല്ലാഹുവിന്റെ റസൂല് സമൂദ് ഗോത്രത്തിന്റെ കഥ പറയാൻ തുടങ്ങി. ഞാൻ അവർക്ക് വെളിച്ചം നൽകിയതാണ്. അവർ ഇരുട്ടിനെ ഇഷ്ടപ്പെട്ടു. ഒരൊറ്റ രാത്രി ഒരു ഇടിമുഴക്കം വന്നപ്പോ ഞാൻ അവരെ തകർത്തെറിഞ്ഞു കളഞ്ഞു. ആദ് ഗോത്രം അഹങ്കരിക്കാൻ തുടങ്ങിയവന്മാര് ഞാൻ അവരെയും ഭൂമിയുടെ തൊലിപ്പുറത്തിന്റെ മുകളിൽ ഇല്ലാതാക്കി കളഞ്ഞു. ഈ ആയത്ത് കേൾക്കേണ്ട താമസം വലീദ് ഇബ്നു റബീഅ പൊട്ടിക്കരഞ്ഞു കണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിൽ പിടിച്ചിട്ട് പറഞ്ഞു, മുഹമ്മദേ 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 സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ ജനതയോട് കരുണ കാണിക്കണേ. അവരെ നശിപ്പിച്ചതുപോലെ ഞങ്ങളെ നശിപ്പിക്കരുതേ, ഞങ്ങളെ നശിപ്പിക്കരുതേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അവസാനം അവിടെ നിന്ന് എഴുന്നേറ്റോടി വലീദ് ഇബ്നു റബീഅ. അബൂജഹൽ കാത്തു നിൽക്കുകയാണ്. ഓടി വരുന്ന റബീഅയെ കാണുമ്പോ ആ സമയത്താണ് അബൂജഹൽ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചോദിച്ചു, മുഹമ്മദ് സമ്മതിച്ചോ? ആ സമയത്ത് അബൂജഹലിന്റെ മുമ്പിൽ നോക്കി വലീദ് ഇബ്നു റബീഅ പറഞ്ഞ വാക്കുകൾ എന്റെ സദസ്സിന്റെ മനസ്സിലേക്ക് ഞാൻ കടത്തിവിടുകയാണ്. വെള്ളി അടയാളത്തിൽ എഴുതി വെക്കുക. വലീദ് ഇബ്നു റബീഅ പറഞ്ഞത്ര, അബൂജഹലേ, ഇനി ഒരിക്കലും മുഹമ്മദിന്റെ അടുക്കലേക്ക് എന്നെ പറഞ്ഞു വിടല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആ മുഹമ്മദിന്റെ അടുക്കൽ പോയി ഇങ്ങനെ കാര്യം പറഞ്ഞ് അവന്റെ മനസ്സെന്റെ മനസ്സിലേക്ക് ലയിച്ചു ചേർന്നെന്ന് മനസ്സിലായപ്പോ ആ സമയത്ത് മുഹമ്മദ് എന്റെ മുമ്പിൽ ചില വാക്യങ്ങളോടി. വല്ലാഹി ഇന്നഹു ലഹലാവ ഇന്നഹു ലതലാവ ഇന്നഹു യഅലാ ലാ യുഅലാ. ഇസ്ലാമിന്റെ കൊടും ശത്രുവായ അനുയായിയുടെ വാക്കല്ല, അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ നടന്ന വലീദ് ഇബ്നു റബീഅ ഖുർആനിനെ കുറിച്ച് പറഞ്ഞ വാക്കാണ്. വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെയാണ് സത്യം. ഇന്നഹു ലഹലാവ. ആ വാക്കുകൾക്ക് എന്തോ ഒരു മാധുര്യമാണ്, എന്തോ ഒരു സൗന്ദര്യം, എന്തോ ഒരു വചനാത്മകത, എന്തോ ഒരു സൗന്ദര്യാത്മകത. വഇന്നഹു ലതലാവ. ആ വാക്കുകൾക്ക് എന്തോ ഒരു ഒഴുക്കാണ്, ഒരു നിർഗളിക്കുന്ന പുഴ പോലെ, ഒരു ശാന്തമായ സമുദ്രം പോലെ, ചില സമയത്ത് കളകളാരവം മുടക്കിയൊടുക്കുന്ന അരുവിയെ പോലെ. അതിനെന്തോ ഒരു അത്യനവധ്യമായ ഒഴുക്കാണ് അതിന്. വലീദ് ഇബ്നു റബീഅ പറഞ്ഞു അത്രേ, ഇന്നഹു യഅലാ ലാ യുഅലാ. ആ ഖുർആനെ ജയിക്കുകയുള്ളൂ, അതിനെ പരാജയപ്പെടുത്താൻ അബൂജഹലേ നമ്മൾക്ക് കഴിയുകയില്ല. ലോക ചരിത്രത്തിന്റെ വാക്കാണിത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അഫ്ഗാനിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ പിടിച്ചുകൊണ്ടുപോയി ഗ്വാണ്ടനാമയുടെ തടവറയിൽ കൊണ്ടുപോയി വിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ചിട്ട് അതിന്റെ മുകളിൽ കാട്ടിക്കാൻ പറഞ്ഞ സാക്ഷാൽ അമേരിക്കയുടെ തൊട്ട് താഴെ നിന്നിട്ടാണ്, വൈറ്റ് ഹൗസിന്റെ തൊട്ടപ്പുറത്താണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയുടെ മിനാരം ഉയരുക. ഹിലാരി ക്ലിന്റൺ അല്ലേ പറഞ്ഞത്, ഖുർആൻ വായിച്ചപ്പോൾ വീണ്ടും വായിക്കാൻ എനിക്ക് തോന്നി എന്ന്. സാക്ഷാൽ ഹിലാരി ക്ലിന്റൺ പറഞ്ഞപ്പോ ഇനി യൂറോപ്പിലെ ഖുർആനിനാണ് അവസരമെന്ന് ചാൾസ് രാജകുമാരൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ ഖുർആന്റെ അവകാശികളായ, ഈ ഖുർആന്റെ വെളിച്ചം മനസ്സിലേക്ക് പോകേണ്ട നാം എന്താ? ലോകത്തിലെ ഏറ്റവും വലിയ പോപ്പ് മ്യൂസിക്കിന്റെ മുമ്പിലൂടെ, ആൽബത്തിന്റെ മുമ്പിലൂടെ, ഏറ്റവും വലിയ അശ്ലീലതയിലൂടെ നടുവിലൂടെ കടന്നു പോയതെന്താ? അതിന്റെ ദുരന്തമല്ലേ നമ്മൾ അനുഭവിച്ചത്? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഹിലാരി ക്ലിന്റൺ ഇനി ഓതണം, ചാൾസ് പറയുന്നു ഇനിയും പഠിക്കണം. നമ്മളോ വലീദ് ഇബ്നു റബീഅ ഇത് പറഞ്ഞപ്പോ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞാൻ പറയണത്. പ്രത്യേകിച്ച് നിങ്ങൾ കേൾക്കണം, സഹോദരിമാര് നന്നായിട്ട് കേൾക്കി. അബൂജഹലിന് മനസ്സിലായി ഇനി രക്ഷയില്ല. അങ്ങനെ മക്കയിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചു. എല്ലാ ഗോത്രക്കാരുണ്ട്, മക്കക്കാർ, ഖുറൈശികൾ, ജൂതന്മാർ, നസാറികൾ, പേർഷ്യക്കാര്, സർവ്വ ആളുകൾ. ശ്രദ്ധിച്ച് കേൾക്കണുണ്ട്. അങ്ങനെ ഒരു സർവകക്ഷി യോഗം വിളിച്ചു. എന്നിട്ട് അബൂജഹലിന്റെ അധ്യക്ഷതയിൽ ഒരു സർവകക്ഷി യോഗം കൂടി. അത് പണ്ടുകൊണ്ട് ഇപ്പോഴുണ്ട്.
എല്ലാവരും കൂടെ കൂടി, ഖുറൈശികളെല്ലാം കൂടെ ഒരു യോഗം. ജൂതന്മാരുണ്ട്. അന്ന് എതിരാളിയെ തോൽപ്പിക്കാൻ പേർഷ്യക്കാരെയും വിളിച്ചു, റോമക്കാരെയും വിളിച്ചു. എന്നിട്ട് അബൂജഹൽ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തോൽപ്പിക്കണമെങ്കിൽ ഖുർആന്റെ മുന്നേറ്റത്തിന് തടസ്സം ഉണ്ടാകും. നന്നായിട്ട് കേൾക്കണേ, നന്നായിട്ട് ഉറക്കം പറയണ്ട. ഖുർആനിന്റെ മുന്നേറ്റത്തിന് തടസ്സം സൃഷ്ടിക്കാതെ ഇസ്ലാമിക സമൂഹത്തെ പരാജയപ്പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഖുർആനിനെ എങ്ങനെ തകർക്കണം? ഓരോരുത്തരെ ചർച്ചയ്ക്ക് വിട്ടപ്പോ അവരവർ അഭിപ്രായം പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു, മുഹമ്മദിനെ നമുക്ക് കൊല്ലാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് പറ്റില്ല, ബനൂ ഹാഷിം എതിരാവും, പറ്റില്ല. ഒരു സ്റ്റൂള് ഉസ്താദ്മാരിയ്ക്കുമ്പോ കാലുപൊക്കി വെക്കാനും വയ്യ, എനിക്കാണെങ്കിൽ നിൽക്കാനും വയ്യ. ഇരുന്നാ പവർ കിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ